മൾട്ടി വൈറ്റമിൻ, ബയോട്ടിൻ, വൈറ്റമിൻ സി, കാൽസ്യം, പ്രോട്ടീൻ പൗഡർ ഇങ്ങനത്തെ ഒക്കെ സപ്ലിമെന്റ്സ് കഴിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ സപ്ലിമെന്റ്സ് വെച്ച് തന്നെയാണോ? ഈ സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ, അതോ നമ്മൾ ചുമ്മാ നമ്മുടെ പൈസ ചെലവാക്കുകയാണോ? സോ ഇന്നത്തെ വീഡിയോയില് ലെറ്റ്സ് ലേൺ അബൌട്ട് ദ റിയൽ ട്രൂത്ത് അബൌട്ട് സപ്ലിമെന്റ്സ്. ഹേ എവരിവൺ, ഐ ആം ഡോക്ടർ രേഷ്ന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിക്കും ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് ആവശ്യമുണ്ടോ? നമ്മൾ ചുമ്മാ നമ്മുടെ പൈസ കളയാണോ ഈ സപ്ലിമെന്റ്സില്? ആൻഡ് മോസ്റ്റ് പീപ്പിൾ തിങ്ക് ഇങ്ങനത്തെ ഒക്കെ ടാബ്ലറ്റ്സ്, ഈ സപ്ലിമെന്റ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സെറ്റ് ആണ്, ഫുഡ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും അല്ലെങ്കിൽ എനർജി ഒന്നും കിട്ടില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിത്ത്. ശരിക്കും എന്താണ് സപ്ലിമെന്റ്സ്? സപ്ലിമെന്റ്സ് ഒരിക്കലും ഒരു ഹെൽത്ത് ബൂസ്റ്റർ അല്ല, ശരിക്കും അതൊരു മെഡിസിൻ തന്നെയാണ്. നിങ്ങൾക്കിപ്പോ അതിന്റെ ഡെഫിഷ്യൻസി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈറ്റമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിനറൽസ് നിങ്ങൾക്ക് ഡെഫിഷ്യന്റ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ, അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെന്റ്സിന്റെ ആവശ്യകതയുണ്ട്. അല്ലാതെ ചുമ്മാ മറ്റൊരാൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും അത് ആവശ്യമാണ് എന്ന് കരുതി കഴിക്കുന്നത് ശരിക്കും വിഡ്ഢിത്തരമാണ്. ശരിക്കും നമ്മൾ എന്ത് ലക്കിയാണ്, നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്തും കഴിക്കാം. നമുക്ക് കഴിക്കാൻ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. റൈസ്, ചപ്പാത്തി, ഡാൽ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, മിൽക്ക്, എഗ്, പ്രോട്ടീൻ ആയിട്ടുള്ളതും ഫൈബർ റിച്ച് ആയിട്ടുള്ളതും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ളതും ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ കഴിക്കുന്നതുമുണ്ട്. നിങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ സപ്ലിമെന്റ്സ് കഴിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സപ്ലിമെന്റ്സിന്റെ ആവശ്യകത ഇല്ല. മറിച്ച് ആർക്കൊക്കെ ഈ സപ്ലിമെന്റ്സിന്റെ ആവശ്യകത ഉണ്ട്? സപ്ലിമെന്റ്സ് വെറും 3 സിറ്റുവേഷൻസിലാണ് ആവശ്യം. അതിൽ ഒന്നാമത്തത് പ്രൂവൺ ഡെഫിഷ്യൻസി. യെസ്, പ്രൂവൺ. അതൊരു ബ്ലഡ് ടെസ്റ്റിന് പറ്റും. നിങ്ങളുടെ ശരീരത്തിൽ ഈ ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യന്റ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ്. നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൽ ഇങ്ങനെ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്ലിമെന്റ്സ് എടുക്കണം. അതേപോലെ സ്പെഷ്യൽ പീപ്പിൾ ലൈക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ക്രോണിക് ആയിട്ട് നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഉള്ളവർ, പിന്നെ പ്രായമായിട്ടുള്ളവർ ലൈക്ക് എബോവ് 60+, പിന്നെ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, ആ ഒരു വൈറ്റമിൻ അബ്സോർപ്ഷൻ ഇഷ്യൂസ് ഉള്ളവരിൽ, ഇങ്ങനത്തെ 3 കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ 3 കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നമുക്ക് സപ്ലിമെന്റ്സിന്റെ ആവശ്യമുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വൈറ്റമിൻ ഡി നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൽ കുറവാണെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കണം. അതേപോലെ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് അയൺ കുറവാണ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവാണ്, നിങ്ങൾ അനീമിക് ആണെങ്കിൽ നിങ്ങൾക്ക് അയൺ സപ്ലിമെന്റ്സ് വേണ്ടി വരും. അതേപോലെ B12 ഡെഫിഷ്യൻസി ആണെങ്കിൽ B12 വേണം. അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരാൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും വേണം, എനിക്കും അത് ആവശ്യമുള്ളതാണ് എന്ന് കരുതി സപ്ലിമെന്റ്സ് കഴിക്കാൻ പാടില്ല. എന്തും അമിതമായാൽ വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ആവശ്യമില്ലാതെ നമ്മൾ സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലും കിഡ്നിയിലും ലോഡ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ സംഭവങ്ങളും ലിവറിലും കിഡ്നിയിലും ഒക്കെ അവസാനം എത്തിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതും അങ്ങനത്തെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്നത്. അപ്പൊ നമ്മുടെ ഓർഗൻസിന് എക്സ്ട്രാ ജോലി കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യമില്ല, നമ്മൾ വേണ്ടത്ര കഴിച്ചിട്ടും നമ്മൾ ആവശ്യമില്ലാത്ത സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓർഗൻസിന് ലോഡ് കൂടുതലായിട്ട് കൊടുക്കുകയാണ്. സോ ആ ഓർഗൻ ഡാമേജ് ആവാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി മണി വേസ്റ്റും കൂടെ ആവാണ്. ഇതൊക്കെ ചുമ്മാ നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ പൈസ കൊടുത്താലാണ് കിട്ടുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് അസുഖം, അത് അവിടെ അൺട്രീറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അത് ട്രീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അത് ട്രീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു സിംറ്റം ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ അത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും അത് തന്നെയായിരിക്കും അസുഖം, എനിക്കും അതാണ് വേണ്ടത് എന്ന് കരുതി കഴിക്കാൻ പാടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ട്, അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ കഴിക്കണം. അല്ലാതെ അനാവശ്യമായി സപ്ലിമെന്റ്സ് എടുക്കേണ്ടത് ആവശ്യമില്ല. കാരണം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ആവശ്യമുള്ള വൈറ്റമിനും പ്രോട്ടീനും മിനറൽസും ഫൈബറും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഭക്ഷണത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സപ്ലിമെന്റ്സിന്റെ ആവശ്യവും ഇല്ല. അതിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അബൌട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതിന്റെ സിംറ്റംസ്, എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കണം. സോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക.
ആൻഡ് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവില്ലെങ്കിൽ, ദാറ്റ് ഇസ് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കഴിക്കുകയല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കാൻ പാടില്ല. ചുമ്മാ ഒരാൾ നിങ്ങൾക്ക് എയർഫോൾ ഉണ്ടോ, ബയോട്ടിൻ കഴിക്ക്, നിങ്ങൾക്ക് ക്ഷീണാണോ, മൾട്ടി വൈറ്റമിൻ എടുക്ക്, നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലേ, വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് ആ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് പറയുകയാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഡോക്ടറും നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ മാത്രം എക്സ്ട്രാ ഈ സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളൊരു ബാലൻസ്ഡ് ഫുഡ് ഡയറ്റ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ യു ഡോണ്ട് നീഡ് എനി അതർ സപ്ലിമെന്റ്സ്. വിതൗട്ട് എ ടെസ്റ്റ് അല്ലെങ്കിൽ വിതൗട്ട് എ ഡയഗ്നോസിസ് നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കുന്നത് വെറും ഒരു മാർക്കറ്റിംഗിലൂടെയാണ്. ആൻഡ് ഡോണ്ട് ഫോൾ ഇൻ ദോസ് ട്രാപ്പ് വിച്ച് ആർ നോട്ട് സേഫ്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. സോ ബി സ്മാർട്ട്, സ്റ്റേ ഹെൽത്തി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.